അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഷവർമ്മയാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കണ ആ ഒരു രീതിക്ക് ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചിട്ടാണ്. മോൾക്ക് ഷവർമ്മ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വീട്ടിലുണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കന് എല്ലില്ലാത്ത പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മസാലകൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഷവർമ്മ മസാല. അപ്പോൾ ഞാൻ മുന്നേ ഉണ്ടാക്കുമ്പോഴേ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ചിലവാവണ ഒരു സാധനം ഇതാണ് എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് തൈരാണ്. അപ്പോൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഷവർമ്മ മസാല ഇട്ട് കൊടുത്തില്ലേ, അതിൽ ചെറുജീരകം എല്ലാം ഉണ്ട്. അത് കാരണമാണ് വേറെ ജീരകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കാത്തത്. ഇനി കുറച്ച് സുർക്ക, ഇനി സുർക്കയുടെ പോലെ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ സുർക്കയാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാട്ടെ. ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്ര തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ച് നേരം അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേന് നമുക്കിന്ന് കൂവ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ക്ഷീണമാണ്, മൂത്രക്കടച്ചിൽ, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ, വയറുവേദന. അപ്പോൾ അവർക്കൊക്കെ ഒരു പറ്റിയൊരു ഇതാണ് കേട്ടത്. അപ്പോൾ കൂവ നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നത് കൂവ കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂവ നമ്മൾ സാധാ കുറുക്കണ പോലെ അല്ല കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നാളികേരത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ 1-ാം പാൽ 2-ാം പാലൊന്നും രീതിക്ക് എടുക്കണില്ല, എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം വെള്ളം വേണം കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം അത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പാല് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതും ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം വേണം. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ അടിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ അതും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. തേങ്ങാപ്പാൽ കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ പിഴിഞ്ഞെടുക്കണമല്ലോ, സ്പൂൺ വെച്ച് അമർത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇനി ഇത് തിളപ്പിക്കാൻ വെക്കാം. ഇനി ഇത് പാലിലായാലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പശുവും പാലിലായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി കൂവപ്പൊടി നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച കൂവപ്പൊടിയാണ്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ കൂവപ്പൊടിയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരുമൊന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറന്നിട്ട് ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വയറിനും എല്ലാറ്റിനും നല്ലതാണ് കേട്ടോ. പിന്നെ തണുപ്പുമാണല്ലോ കൂവപ്പൊടി. പിന്നെ എല്ലാവർക്കും കുടിക്കാമല്ലോ, ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ കുടിക്കാമല്ലോ. തേങ്ങാപ്പാലോടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട കുത്തിയിട്ട് ഇങ്ങനെ ഓരോ മണി പോലെ ആവും. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കൂവപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. നമുക്ക് നല്ലതാണ്, ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണല്ലോ, ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറി കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചെറിയ മക്കളൊക്കെ നോമ്പെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു ഗ്ലാസ് ഇത് കൊടുക്കണേ അവർക്ക് അറിയില്ല. തേങ്ങാപ്പാലിൽ കലക്കിയെടുത്ത കാരണം അവർക്ക് അതറിയില്ല. നമ്മൾ തന്നെ കൂവപ്പൊടി കുടിക്കിയാൽ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ വലിയ ഇഷ്ടമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അറിയൊന്നുമില്ല, നമുക്ക് തണുപ്പിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മധുരം ഇട്ട് കൊടുക്കുക, ആവശ്യത്തിലുള്ള മധുരം ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ. നല്ല കുത്തണ മധുരം ഒന്നും ഇടണില്ല, ചെറിയൊരു പുളി മധുരം എന്നൊക്കെ പറയില്ല, അതുപോലെ ചെറിയൊരു മധുരമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏലക്കായൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏലക്ക ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഒന്നും കൂടി നന്നായി തിളച്ച് വന്നാൽ ആ കൂവപ്പൊടിയൊക്കെ ഒന്ന് വേവണ ഒരു സമയമുണ്ടല്ലോ, അതായത് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ ഇത് മുന്നേ ഉണ്ടാക്കി വെച്ച് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ ചൂടാറിയിട്ടൊക്കെ വരും. അപ്പോൾ ഇതിനെ ഗ്ലാസ്സിൽ വെച്ച് നമുക്ക് കുടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ്മ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കുറേ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ പിടിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ നന്നായിട്ട് മുരിപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചായി കാരണം അത് വെച്ചിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ അതിലും നല്ലത് നമുക്ക് പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. എത്രയും പെട്ടെന്ന് പണികൾ കഴിയണം, എന്നാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനാവണം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുക. നോമ്പായാൽ കുറേ പാത്രങ്ങളാണ് കൂടുതൽ കഴുകാനുണ്ടാവുക. അപ്പോൾ അത് കാരണം അത് എത്രത്തോളം കുറക്കാൻ പറ്റും അത്രത്തോളം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഒരേ ഭാഗം ആയി വരുമ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം കുട്ടികൾക്കൊക്കെ ഷവർമ്മ ഇഷ്ടമാണല്ലേ. അപ്പോൾ അവർക്ക് നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് പുറത്തുനിന്നൊക്കെ മേടിക്കണേക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ആ ഷവർമ്മ മസാല ഇട്ട കാരണം ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഷവർമ്മയുടെ മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതുപോലൊക്കെ ഒന്ന് ഷവർമ്മ മസാല വീട്ടിലുണ്ടാക്കി വെക്കുക. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ചിക്കനൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറി വരട്ടെ, നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ക്യാരറ്റ് മുറിച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കത്തി വെച്ചിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം. ഇനി ഒരു സബോള അതും ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മയോണീസ് നമ്മളെ വീട്ടിലുണ്ടാക്കിയതാണ്, അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അത് മുറിച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുബൂസ് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം വിചാരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ കുബൂസ് ഉണ്ടാക്കാം, പിന്നെ ഒരു 4-5 എണ്ണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് കടയിൽ നിന്ന് മേടിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഇനി അതൊന്ന് ചൂടാക്കി എടുത്താൽ നമുക്ക് ഷവർമ റോൾ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് കേട്ടാണ് നിന്നത്, മുന്നേ ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതൊന്ന് ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് 2 ഭാഗം ഒന്ന് മറിച്ചിട്ടാൽ തന്നെ ആയി വരുമല്ലോ. അപ്പോൾ അത് ഷവർമ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന രീതിക്കാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തന്നേക്കുന്നത്. ശരിക്കുള്ള ഷവർമ ഇതിൻ്റെ പോലൊന്നും ആവില്ല, കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനൊരു സ്ഥിരമായിട്ട് മോനിക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. വല്ലപ്പോഴാണ് കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുകയുള്ളൂ. അവൻ എപ്പോഴും മേടിക്കുന്ന സാധനമാണ് ഷവർമ. അപ്പോൾ കൂടുതൽ ഞാൻ കടയിൽ നിന്ന് മേടിക്കാൻ നിൽക്കില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് കഴിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, വലിയ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ചെറിയ പീസാക്കിയത് ഇതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ക്യാരറ്റ് നമ്മൾ മുന്നേ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളതിൽ ക്യാരറ്റ് ഇട്ടുണ്ടെന്ന് പോലും കുട്ടികൾ അറിയില്ല. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ കുറച്ച് അധികമൊക്കെ മുറിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെയെങ്കിലും ക്യാരറ്റ് വയറ്റിലേക്ക് എത്തിക്കോട്ടെ. അപ്പോൾ അതാ ഇനി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ സബോള അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കാബേജ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കാബേജ് ഇട്ട് കൊടുക്കുക, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കണ ഷവർമല്ലേ, അപ്പോൾ നമുക്ക് അതിൽ അത് വേണം ഇത് വേണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നമ്മളെ കയ്യിൽ എന്തെല്ലാം വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക. പച്ചക്ക് കഴിക്കാൻ പറ്റുന്നത് കുക്കുമ്പർ വേണമെങ്കിൽ അതിട്ട് കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലല്ലോ. എല്ലാം കുട്ടികൾ കഴിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കഴിപ്പിക്കാമല്ലോ. അപ്പോൾ ഞാനിതിപ്പോൾ ക്യാരറ്റും പിന്നെ സബോളയും മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഉപ്പും കുബൂസിലും പിന്നെ മയോണൈസിലൊക്കെ ഉണ്ട് ഉപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കൂടുതലാവണ്ട. ഇനി ഇതാ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതാ മയോണൈസ് ഒഴിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതാ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, കൂടുതലാവണ്ട. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാമല്ലോ. കൂടുതൽ ഒഴിച്ചിട്ട് ആദ്യം തന്നെ അത് ലൂസാക്കി എടുക്കണ്ട, നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. ചിക്കൻ മുറിക്കുമ്പോൾ കുറച്ച് വലിയ പീസാവുകയാണെങ്കിൽ അത് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കടിക്കാൻ കിട്ടും കേട്ടോ, ചെറുതാക്കണ്ട. അപ്പോൾ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഷവർമ നമുക്ക് റോൾ ചെയ്തെടുക്കണമല്ലോ. ഇനി ഒരു കുബൂസ് എടുക്കുക, ഇനി അതിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കുക, പിന്നെ ഇതാ ഈ ഒരു ഇത് വെച്ച് കൊടുക്കുക, റോൾ ചെയ്യുക. അത്ര മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, എണ്ണയിൽ വെച്ച പലഹാരമൊന്നുമല്ല. പിന്നെ മയോണൈസ് ആണെങ്കിൽ അതും ഹെൽത്തിയാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. ഓയിലൊക്കെ കുറച്ച് നമ്മൾ മുട്ടയും പിന്നെ ഉരുളൻകിഴങ്ങൊക്കെ പുഴുങ്ങിയിട്ടുണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ ഞാനിത് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതും പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ പിന്നെ അത്ര ഓയിലൊന്നും ഇല്ല, അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്, അതിലിതാ കുറച്ച് മയോണൈസ് വെച്ചു. ഇനിയിപ്പോൾ അതാ മസാലയും കൂടി വെച്ച് നമ്മൾ ഷവർമ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. നമുക്ക് പ്ലേറ്റ് പോലെ ആക്കണമെങ്കിൽ ഒരെണ്ണം വെച്ചിട്ട് അതിന് മീതെ ഒരു കുബൂസും കൂടി വെച്ച് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ വേണമെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തെടുത്തോളൂ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യണില്ല, ഞാൻ വെറുതെ റോൾ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഷവർമ പോക്കറ്റും ഷവർമ ബോളും എല്ലാം ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട്, കാണാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. ഇന്ന് ഞാൻ മുമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കൂവ കാച്ചിയതും പിന്നെ ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പുട്ടും പഴമായിരുന്നു. അപ്പോൾ പുട്ടിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി കുബൂസ് ഉണ്ടാക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇതേപോലെ ആക്കിയിട്ട് മക്കൾക്ക് കൊടുക്കാമല്ലോ, അവരൊക്കെ നന്നായി കഴിച്ചോളും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ഇടണം, അതുപോലെ ലൈക്കും, അത് രണ്ടും മറക്കരുത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഷവർമയും കൂടി ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ 4 എണ്ണമാണ് റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും കേട്ടോ, പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഇന്ന് ഷവർമ തന്നെ ഉണ്ടാക്കിയത്. വേറെ എണ്ണക്കടി ഇന്നും എണ്ണക്കടിയൊക്കെ ആകുമ്പോൾ മടുപ്പുമായി തുടങ്ങി, പിന്നെ വലിയ ഹെൽത്തി ഒന്നും അല്ലല്ലോ. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതുപോലെ ഈ കൂവ കാച്ചിയത് അത് കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ നമുക്ക് കൂവയെന്ന് അറിയുന്നില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് പായസം പോലെ ആക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം.